ബഹുമാനപ്പെട്ട ബാപ്പഹിതങ്ങൾ. അന്നും ലീഗ് അത്ര ജനകീയായിരുന്നില്ല. ലീഗിനെ ജനകീയമാക്കിയത് നാട്ടുകൂട്ടങ്ങളുടെ തലവനായ മഹാനായ PMS തങ്ങളാണ്. അല്ലാഹു ഈ സമുദായത്തെ തൊട്ട് അവിടത്തേക്ക് പ്രതിഫലം നൽകുമാറാവട്ടെ. തങ്ങളുടെ ഒരു പ്രത്യേകത, തങ്ങളൊരു വ്യവസ്ഥാപിതമായ സംഘടനാ സംവിധാനത്തിന്റെ ആളല്ല. തങ്ങളുടെ സ്ഥലത്തിരിക്കും, അവിടെയുള്ള ആളുകളൊക്കെ വരും, നമുക്കെല്ലാം കൂടി സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കില്ലോ ചോദിക്കും. ആളുകൾ അതേന്ന് പറയും. അങ്ങനെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ എന്ന് കാണുന്ന പുരുഷാരത്തെ തേടി തങ്ങൾ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ച് കെട്ടിപ്പടുത്തുണ്ടാക്കിയ ജനകീയ കൂട്ടായ്മയ്ക്ക് പേരായിരുന്നു പിന്നീട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അങ്ങനെയുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വളർച്ച ഇന്നും അതിന്റെ നിലനിൽപ്പ് അങ്ങനെയാണ്. അതൊരു കേഡർ സിസ്റ്റം ആവില്ല, ആക്കാൻ ശ്രമിക്കാൻ സാധിക്കില്ല. ഇപ്പോഴും അതിന്റെ നയം രൂപീകരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളുടെ ചുറ്റും നിൽക്കുന്ന സാധാരണക്കാരാണ്. അതുകൊണ്ടാണ് പാർട്ടി ചിലപ്പോൾ എന്തിനെ പ്രഖ്യാപിക്കുന്നത്, പ്രസിഡന്റ് വേറൊരു എന്തിനെ പ്രഖ്യാപിക്കുന്നത്. പ്രസിഡന്റിന്റെ പാർലമെന്ററി സംവിധാനമാണ്, അത് പൂക്കോയ തങ്ങളുടെ സംവിധാനമാണ്. ഇപ്പൊ പുതിയ ആധുനിക സമൂഹം അത്തരമൊരു സംവിധാനത്തിലൂടെയാണ് ജനാധിപത്യം നിലനിൽക്കുള്ളൂ എന്നൊക്കെ ആം ആദ്മി പാർട്ടിയെ പോലുള്ളവർ പരീക്ഷിച്ചു തുടങ്ങിയത് ഈ നൂറ്റാണ്ടിലാണ്. അതിന്റെ മുൻപ് നാട്ടിലെ കാരണവന്മാരെയും സാധാരണക്കാരെയും തന്റെ മേശയ്ക്ക് ചുറ്റുമിരുത്തി ഔപചാരികതകളൊന്നുമില്ലാതെ പതിഞ്ഞ ശബ്ദത്തിൽ അവരോട് മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നങ്ങളെ ശാന്തമായി അവതരിപ്പിച്ച് ആ ജനകീയ കൂട്ടായ്മയെ പാർട്ടിയാക്കി രൂപാന്തരപ്പെടുത്തി പാർലമെന്റ് മുതൽ പഞ്ചായത്ത് വരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരെ വളർത്തിയെടുത്തുകൾ നിർണായക പങ്കുകൾ ബഹുമാനപ്പെട്ട PMS തങ്ങളെന്ന കേരളം കണ്ട ഏറ്റവും ജനകീയനായ ആത്മീയ നേതാവായ ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾക്കുള്ളതാണ്. അല്ലാഹു ഈ ഉമ്മത്തിന്റെ വളർച്ച മുഴുവൻ കാണാൻ അവസരം നൽകാതെ അദ്ദേഹത്തെ കൊണ്ടുപോയെങ്കിലും നമ്മൾ ചെയ്യുന്ന ഹൈറുകളിൽ ആ വലിയ മനുഷ്യന് പ്രതിഫലം നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഏറ്റവും തീവ്രവാദിയായ നേതാവായിരുന്നു ബഹുമാനപ്പെട്ട ഖായിദെ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സൈഫി സാഹിബ്. ആദരവിന്റെ മനുഷ്യനോട് വലിയ രാഷ്ട്രീയ ചിന്താഗതിയുള്ള ആളാണ്. ഞാൻ ഡൽഹിയിലൊക്കെ പഠിക്കുന്ന കാലത്ത് രണ്ടാളാണ് ബസ്സിൽ വന്നിറങ്ങുന്ന MP മാരുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ ഒരു കൊടയും തൂക്കി ബാഗും വെച്ച് പ്രായാധിക്യം മറന്ന് പാർലമെന്റ് സമ്മേളനത്തിൽ വന്നിരുന്ന ഒരു മനുഷ്യൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം സുലൈമാൻ സൈഫി സാഹിബ്, രണ്ടാമത് സോമനാഥ് ചാറ്റർജി. ഈ രണ്ട് മനുഷ്യന്മാരായിരുന്നു KSRTC ബസ്സിൽ പാർലമെന്റിൽ വരാറുള്ളത്. ബാക്കിയുള്ളൊക്കെ ഇവിടുത്തെ തൊഴിലാളി വർഗ പാർട്ടികള് ജയിപ്പിച്ചു പോണ നേതാക്കന്മാർക്കൊക്കെ അവിടെ ഉണ്ടായിരുന്ന ലക്ഷറി കാറുകളാണ്. ഭരണവർഗം സമ്പന്നവർഗം അവരെ ഹൈജാക്ക് ചെയ്തിരുന്നു. ഇവിടുന്ന് ദരിദ്രനായി പോകുന്നവനെ ഒറ്റ ദിവസം കൊണ്ട് അതിസമ്പന്നനാക്കി മാറ്റുന്ന പാർലമെന്ററി സൗകര്യങ്ങൾക്ക് മുന്നിൽ അവർ പകച്ചു നിന്നു. അവർ സാധാരണക്കാർക്ക് വേണ്ടി ശ്രദ്ധിക്കാൻ മറന്നു. ഈ സൗകര്യങ്ങളെ തിരസ്കരിച്ചിരുന്ന വലിയൊരു രാഷ്ട്രീയ നേതാവായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം സുലൈമാൻ സൈഫി സാഹിബ്. സേട്ടു സാഹിബ് ലീഗിൽ നിന്ന് പുറത്തു പോയി രാജിവെച്ചു എന്ന് സേട്ടു സാഹിബും അല്ലേ പുറത്താക്കി എന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും പറഞ്ഞ പഴയൊരു കാലം മറന്നിട്ടുണ്ടെങ്കിൽ അന്ന് അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. ആ പ്രസ്ഥാനത്തിന്റെ പേരെന്താ? അന്ന് അദ്ദേഹം ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ ലീഗ്. CPM ൽ നിന്ന് പുറത്താക്കപ്പെട്ട MP രാഘവൻ CMD ഉണ്ടാക്കി. CMD തീവ്ര ഇടതുപക്ഷ പോരാളിയായിരുന്ന ഗൗരിയമ്മ പുറത്തുവാക്കിയപ്പെട്ടപ്പോ അവരുണ്ടാക്കിയ JSS. അതായത് അതാണ് മാന്യന്മാര് ചെയ്യാറുള്ളത്. ഒന്ന് പുറത്താക്കപ്പെടൽ സ്വാഭാവികമാണ്, പുറത്തു പോകൽ സ്വാഭാവികമാണ്. എല്ലാ പുറത്താക്കപ്പെടലിന്റെയും പുറത്തു പോകലിന്റെയും ന്യായാന്യായങ്ങളല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. പുറത്തു പോയവരൊക്കെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി. കേരളത്തിൽ കോൺഗ്രസ് ഉണ്ടാക്കിയിരുന്ന K കരുണാകരൻ പുറത്തു പോയിട്ട് DAC ഉണ്ടാക്കി, കോൺഗ്രസ് ഉണ്ടാക്കി. അതായത് പുറത്തുപോയ ആളുകൾ പ്രസ്ഥാനം ഉണ്ടാക്കുമ്പോൾ ധൈര്യവും തന്റേതുള്ള ആളുകളാണെങ്കിൽ അവർ അതിന് പുതിയൊരു പേര് കൊടുക്കുക എന്നത് സാമാന്യ മര്യാദയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാണല്ലേ? ഈ പുറത്തുപോയ 6 ആളുകൾ സമസ്തയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് ഒരു തങ്ങളെ കസേരയിൽ ഇരുത്തി സമസ്ത എന്ന പേരിൽ കച്ചവടം തുടങ്ങിയപ്പോ കള്ളമോട്ടന് നിങ്ങൾ ആരംഭിച്ചതിന്റെ തെളിവാണത്.
മാർക്കറ്റ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി മാർക്കറ്റിൽ ചെലവാകുന്ന ഒരു ലേബൽ ഒട്ടിച്ച് സമൂഹം അംഗീകരിച്ച് പേരിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്. അതുവരെ അരൂർ സത്താഫിയുടെ പ്രസംഗത്തിൽ വളരെ നേരിച്ച് കാണുന്നുണ്ട്. നേതാവ് കാണിച്ച ഉളുപ്പില്ലായ്മയുടെ പ്രതീകം ആവർത്തിക്കുകയായിരുന്നു ഇവിടെ. ഞങ്ങളോട് നിങ്ങൾ ഈ വഞ്ചന കാട്ടിലെ തർക്കമില്ല, സ്വന്തം അനുയായികളോടാണ്. ഇത് ഈ കൂടിയത്തിന് SSFരോട് പറഞ്ഞു കൊടുക്കാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രസിഡന്റ് ആയിരുന്ന വൈസ് മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ വഫാത്തായപ്പോൾ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഉള്ള ആൾ തങ്ങൾ പ്രസിഡന്റായി. ആരോടാ പറഞ്ഞു കൊടുക്കണേ? ഇവിടെ കുട്ടികളെ ചരിത്രം പറയുമ്പോ സത്യസന്ധത പാലിക്കണ്ടേ? നിങ്ങളെ എന്താണ് ഏൽപ്പിച്ചാൽ എന്ത് ഏൽപ്പിച്ചാലും നിങ്ങൾ നാശാക്കി തരുന്ന എന്താ? നിങ്ങളുടെ പ്രബന്ധ ചരിത്രം പോലും മാറ്റാം. നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾ പ്രസിഡന്റാക്കിയ തങ്ങളെ ഇറങ്ങിപ്പോകുന്ന കൊല്ലം ഒരു 3-4 കൊല്ലം ബാക്കോട്ട് വരണം. 92-ലാണ് ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ വഫാത്താകുന്നത്. നിങ്ങൾ ഉണ്ടാക്കിയ 89-ലാണ്. അപ്പൊ ഒന്നുകിൽ നിങ്ങൾ ഉണ്ടാക്കിയ ഡേറ്റ് മാറ്റി 92 ശേഷാക്കണം. അതേസമയം അതല്ലെങ്കിൽ നിങ്ങൾ വരുത്തേണ്ട മാറ്റം അറിയെങ്കിൽ അതിന് പ്രസിഡന്റ് മാത്രമായിട്ട് നിന്നു. പിന്നെ സെക്രട്ടറി APയോടുകൂടി കേട്ടോ. ശംസുൽ ഉലമ ജനറൽ സെക്രട്ടറിയും ഉള്ളാളം തങ്ങൾ പ്രസിഡന്റായിട്ടുണ്ടായിരുന്നു വരേണ്ടി വരും. കാരണം റഈസുൽ മുഹഖഖീനും ഉള്ളാളത്ത് പിന്നെ ശംസുൽ ഉലമയെ ഒരു ദിവസം ഒന്നിച്ച് അജണ്ടയിൽ വെച്ചൊന്നുമല്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെയും വർഷങ്ങൾക്ക് ശേഷമാണ് ശംസുൽ ഉലമ വഫാത്താകുന്നത്. മനസ്സിലാണല്ലോ നിങ്ങൾക്ക് പറയുന്നത്? ഇതിന് മുമ്പൊക്കെ നിങ്ങളെ ഈ നാട്ടിൽ തന്നെ SSF കാന്തപുരത്ത് വകുപ്പ് മുസ്ലിയാരെ സംസ്ഥാന സെക്രട്ടറി എഴുതി തുടങ്ങിയിട്ടുണ്ട്. ചരിത്രത്തെ തിരുത്തി കള്ളത്തരങ്ങളെ പറഞ്ഞ് എത്ര കാലമാണ് വായിക്കാനും എഴുതാനും ചിന്തിക്കാനും അറിയുന്ന ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവുക? ഇത്തരം കുറെ അബദ്ധങ്ങൾ ഇതുണ്ടാക്കിയത് പോട്ടെ. കേരളത്തിലൊക്കെ എല്ലാവർക്കും തെറ്റുതൊഴിലാളി യൂണിയൻ CIT അങ്ങനെ കേരളത്തിൽ എല്ലാത്തിലും ഇന്ത്യയിൽ എല്ലാവർക്കും സംഘടനാ സ്വാതന്ത്ര്യമുണ്ട്. സ്വർഗഭോഗികൾക്ക് പോലും ഒരു പ്രസ്ഥാനമുണ്ട് ഇവിടെ. ദേശികൾക്ക് പോലും സെക്സ് വർക്കേഴ്സ് യൂണിയൻ എന്നതിൽ അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന ഉണ്ട്. ഇങ്ങനെ സംഘടന ഉണ്ടാക്കി നമുക്ക് പറയാനൊന്നുമില്ല. തിരുവേർക്ക് വേണ്ടി സംഘടന, പണ്ഡിത വേഷധാരികൾക്ക് ഒരു സംഘടന, ഇങ്ങനെ പലതും ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നമല്ല. പക്ഷെ അതിനൊക്കെ സ്വന്തം അഡ്രസ് കൊടുക്കുന്നതല്ല. ഈ വഞ്ചന ശരിയാണോ ചെയ്തത് എന്നാലോചിക്കണ്ടേ? ഏതായാലും പോട്ടെ. ഈ പ്രസ്ഥാനം ഉണ്ടാക്കി എന്നിട്ട് ഒഴിവുള്ളവർക്ക് പള്ളിയുണ്ടാക്കിക്കോളി, നമുക്ക് പെടാതില്ല. നിങ്ങൾ ചെയ്യുന്നത് വ്യവസ്ഥാപിതമായി നാട്ടിൽ ഒരു പള്ളി നടന്നു വരികയാണ്. ഇവിടെ കച്ചറ ഉണ്ടാക്കുന്ന കോളങ്ങൾ മനസ്സിലാക്കണം. ഒരു പള്ളി നടക്കുകയാണ്, ഇവിടെ ജുമാഅത്ത് പള്ളി ഉണ്ടാവുകയാണ്. ഇതിന്റെ മുമ്പിൽ നമ്മുടെ പാർട്ടിക്ക് ഒരു പള്ളി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഈ മഹലിൽ എവിടെയെങ്കിലും ഉണ്ടാക്കണം. നേതാക്കൾ ഇരുന്ന് ചിന്തിക്കാണ്, അറബിയിൽ പൈസ വന്നിട്ടുണ്ട്, ഇതിപ്പോ തിരുവിതാംകൂറിൽ ഒരു പള്ളി ഉണ്ടാക്കണം, എന്താ മാർഗം? ഇറങ്ങി ജുമാ ഉണ്ടാക്കാനുള്ള മസ്തര നോക്കുക, ചിന്തിക്കണം കേട്ടോ. ജുമാ ഉണ്ടാക്കാനുള്ള മസ്തര നോക്കുക. അപ്പോഴാണ് ജനറൽ ബോഡി ഇറക്കുന്നത്. ജനറൽ ബോഡിന്റെ SSFകാരുടെ കയറിയിരിക്കും. എന്നിട്ട് സെക്രട്ടറി വായിക്കും. തേങ്ങ വരവ് 35,000, അടക്ക വരവ് 25,000. ശരിയുണ്ടോ? എന്റെ ബില്ലൊക്കെ ഹാജരാക്കും. അപ്പോ ശരി. അപ്പൊ SSFകാരെ ചോദിച്ചു, എത്ര അടക്കണ്ടായിരുന്നു? തിരിഞ്ഞില്ല. ഇല്ലോ അടക്കേണ്ട എണ്ണം കിട്ടണം. 25,000 രൂപയ്ക്ക് വിറ്റ അടക്കേണ്ട എണ്ണം കിട്ടണം. അതിനെത്ര തൊണ്ടുണ്ടായിരുന്നു, എത്ര പേരുണ്ടായിരുന്നു? മനസ്സിലായില്ലേ? അപ്പൊ നാട്ടൊരു വെച്ച് വല്ലൊരു അടക്കൊക്കെ എണ്ണിട്ടാണ് പൊളിച്ചത്. അത് 25,000 രൂപയ്ക്ക് അടക്ക വിൽക്കുന്നത് അടക്കുന്നുണ്ട്. എത്ര അടക്കണ്ട്? അടക്കണ്ട എണ്ണം തരണവരെ കൂട്ടര് തരണവരെ കൂട്ടര് കുന്തായി തള്ളായി അടി മതി. അടി കൊണ്ടാലും ബസ്സല്ല, കൊടുത്താലും ബസ്സല്ല. മസല ഉണ്ടാക്കോട്ടോ. എന്നാ പ്രശ്നം? അടി കൊണ്ടാലും ബസ്സല്ല, കൊടുത്താലും ബസ്സല്ല. അടി കൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോയി കിടന്ന ഒരു നേതാക്കന്മാരെ ഒരു സന്ദർശനം ഉണ്ടാകും. അടിനിടയിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ സുഹൃതാക്കന്മാരായി പ്രഖ്യാപിച്ച ആട് നിർത്തിയുണ്ടാവും. അതിന് വലിയ പിരിവുണ്ടാവും. അത് പോട്ടെ. മനസ്സിലാണോ ഞങ്ങൾക്ക് പറയുന്നത്? ഇങ്ങനെ മഹലിലൊരു പ്രസ് ഉണ്ടാക്കി പുറത്തു വന്നിട്ട് പുതിയ ജുമ തുടങ്ങി.
ജുമാ തുടങ്ങാനുള്ള കാരണം അപ്പൊ നാട്ടുകാർ പറയും, വയസ്സന്മാരൊക്കെ ഉണ്ടാവുമ്പോൾ ഓല് പറയും, പഴയ കാലത്ത് ഞങ്ങൾ നാട്ടുകളിലേക്ക് ഇവിടെ നടക്കുകയുള്ള മക്കളെ ജുമാക്ക്, ഈ പള്ളി ജുമാക്ക് എല്ലാ സ്ഥലത്തും ഒരേ മാതിരി ഉണ്ടാക്കാൻ പറ്റുമോ? അതിനൊരു നാട് വേണ്ടേ? ആ നാടിനൊരു അതിര് വേണ്ടേ? അവിടെ 10-40 ആളുകൾ വേണ്ടേ? ഈ മഹല്ലി ഖുതുബയുടെ നേരെ മുമ്പിൽ മറ്റൊരു ഖുതുബ ഓതിയാലേ ജുമാ ശരിയാവോ ഇല്ലേ എന്നൊക്കെ ആളുകൾ ചർച്ച ഉണ്ടാക്കും. മനസ്സിലാവുണ്ടോ? അപ്പം മറ്റാൾ നീച്ചു കുമാര് നമ്മളെ സഖാഫിനെ പോലുള്ള ആളുകൾ നീച്ചിട്ട് പറയും, അതിന് ഫിഖ്ഹിൽ കാരണം ഉണ്ടെങ്കിൽ ദീനിൽ അറിയാൻ സംസാരിക്കരുത്. എന്താ കാരണം? ഒരുമിച്ച് കൂടുതൽ പ്രയാസം. എന്താ പ്രയാസം? അത് നമ്മളെ കുറിച്ച് അടക്കം എന്ന ശരിയുണ്ടല്ലെങ്കിൽ ഇവിടെ അടിയുണ്ടായി, കേസുണ്ടായി, പോലീസ് വന്നു, ബഹളം ഉണ്ടായി. ഇങ്ങനെ അടിയുണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ ഏത് മാലിനുണ്ടാകാത്തത്? ഇങ്ങനെ മുസ്ലിം ഉമ്മത്തിന്റെ പള്ളിയെ രണ്ടാക്കി ഒരു കാര്യം. ഇവിടെ നോക്കുമ്പോ നമ്മുടെ മദ്രസയില് തറാവീഹിന്റെ എണ്ണം 20 അത്തറാവീഹി 20 റക്അത്ത്, തറാവീഹ് 20 റക്അത്താണ്. മറ്റൊരു ടീം കസറുണ്ടാക്കി ഞങ്ങളെ ഉൾപ്പെടുത്തിക്കണം. ആകെ 3-4 ആളുള്ളൂ. അടി കിട്ടിയ പോലെ വാപ്പിയും കൂടി, വാപ്പാക്ക് കിട്ടിയപ്പോ എളാപ്പിയും കൂടി, എളാപ്പാക്ക് കിട്ടിയപ്പോൾ കെട്ടിയവനും കൂടി, ഇങ്ങനെ കുടുംബപരമായ സ്പ്രെഡ് ഉണ്ടാക്കി. പിന്നെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരും വന്നു, ഭൂമിവർഗത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവരും വന്നു. കമ്മിറ്റിയുടെ ഭരണവിരുദ്ധ വികാരം അത് ഭരണവിരുദ്ധ എല്ലായിടത്തും കാണാം. ഒരു കമ്മിറ്റി ഭരിക്കുകയാണെങ്കിൽ ആ കമ്മിറ്റിന്റെ നിലപാടിനെതിരായ ചില ആളുകളുണ്ടാവും. ഭരണവിരുദ്ധ വികാരം എന്ന് നമ്മൾ പറയുന്നത്. അതിന് കുറച്ച് ആൾക്കാർ കൂടി, നാട്ടിൽ കുറച്ച് കോൺസ്ട്രാന്റുകളും കൂടി, ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു ജനറൽ ബോഡി. എന്നിട്ട് ബഹളം ഉണ്ടാക്കി 10 പുസ്തകമായിട്ട് വന്ന് ഇവന്റെ കുട്ടികളും പഠിക്കുന്നുണ്ടാവില്ല. ഈ മദ്രസയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കണം, കല്യാണം കഴിക്കാൻ പിന്നെ 5 കൊല്ലം കഴിയേണ്ടി വരും. ഇവനാണ് മദ്രസയിൽ ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഇന്ന പുസ്തകമാണെന്ന് അടിയെ മനസ്സിലാക്കണം. എന്നിട്ട് പോയിട്ട് മദ്രസയുടെ നടുക്കൊരു ചുമരിച്ച് കുട്ടികളെ 2 സ്ഥലത്താക്കി. ഈ അന്യായം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഒരു നാട്ടിലെ ഭൂരിപക്ഷം ആളുകൾ ഒരുമിച്ച് കൂടി ഇവിടെ കാന്തപുരത്തിന്റെ പുസ്തകം പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചോട്ടെ. നേരെ മറിച്ച് ആ നാട്ടിലെ ഭൂരിപക്ഷം ആളുകളെ വില വെക്കാതെ 4-5 ആളുകൾ വന്ന് അടിയുണ്ടാക്കി മദ്രസ 2 എണ്ണാക്കി. ഇവിടെയും തറാവീഹ് 20 റക്അത്ത്, അവിടെയും തറാവീഹ് 20 റക്അത്ത്. അഭ്യസ്തവിദ്യരായ ഒരു സമൂഹത്തെ രാഷ്ട്രീയപരമായും സാമ്പത്തികമായും ഇത്ര വളർന്ന് വികസിച്ചു നിൽക്കുന്ന ആധുനിക ലോകത്ത് ഇങ്ങനെ വഞ്ചിക്കാൻ ഈ കാന്തപുരം പാർട്ടിക്കല്ലാതെ ആർക്കാ സാധിക്കുക? ഞാൻ SSFയോട് സ്നേഹബുദ്ധിയാ ചോദിക്കുക, നിങ്ങൾക്കൊക്കെ പ്രതികരണശേഷിയില്ലേ? നിങ്ങളൊന്നും 10 വർഷത്തിന്റെ അപ്പുറമുള്ള ചരിത്രം പഠിച്ചിട്ടില്ലേ? ഒരേ നാട്ടിൽ വളർന്ന നിങ്ങൾ, ഒരേ സ്കൂളിൽ പഠിച്ച നിങ്ങൾ, ഒരേ പള്ളിയിൽ നിസ്കരിച്ച നിങ്ങൾ, ഒരേ പള്ളിപ്പറമ്പിൽ മറവ് ചെയ്യേണ്ട നിങ്ങൾ, കൊടുത്തും കൊണ്ടും ചിന്തിച്ചും കെട്ടിപ്പിടിച്ചും കളിച്ചും വളർന്ന നിങ്ങൾക്കെങ്ങനെ പരസ്പരം തമ്മിലടിക്കുകയും കുത്തിമരിക്കുകയും ചെയ്യുന്നവരായി? ആരാ നിങ്ങൾക്കിടയിലെ പിളർപ്പിന്റെ വിത്ത് വിധിച്ചത്? ശരിക്കും ആർക്കു വേണ്ടിയാണ് നിങ്ങൾ കലഹിക്കുന്നത്? നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് മതപരമായ വിശ്വാസത്തിൽ എന്തെങ്കിലും തകരാറുണ്ടോ? ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ അശ്അരി തരീഖത്തുകാരാണ്, ശാഫിഈ മദ്ഹബുകാരാണ്. ഖുർആനിൽ ഒരു ആയത്തിലെങ്കിലും അർത്ഥവ്യത്യാസത്തിൽ തർക്കമുള്ളവരല്ല. എല്ലാവരും ഒരു കിതാബ് ഓതുന്നവരും ഓതിക്കൊടുക്കുന്നവരുമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന ഈ പ്രസ്ഥാനത്തിൽ നിന്ന്, ഇങ്ങനെ ആത്മീയമായി പ്രവർത്തിക്കുന്ന മഹാസംഘടനയിൽ നിന്ന്, നമ്മളെ മഹല്ല് സംവിധാനത്തിൽ നിന്ന് അടർത്തിയെടുത്ത് നിങ്ങളെ പോരാളികളാക്കി മാറ്റിയതും മുസ്ലിം ഉമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം ഒരുമിച്ച് നിന്ന് കരയാൻ പോലുമാവാത്ത വിധം നമ്മളെ തമ്മിലടിപ്പിച്ചതും ആർക്കു വേണ്ടിയാണ്? ഇപ്പൊ മരിച്ചവർക്കൊക്കെ കണ്ടാൽ ഭയങ്കര രസമായിരിക്കും. ഉണ്ടാവും മഹലിലെ മൂല്യങ്ങളല്ലേ. മരിച്ചിട്ടുണ്ടെങ്കിൽ എവിടുന്നെങ്കിലും ഒരു സയ്യിദ് ഇറക്കുമതി ചെയ്യപ്പെടും. ഇപ്പോഴൊക്കെ സയ്യിദാണോ എന്ന് അറിഞ്ഞു നോക്കിയാലേ അറിയുള്ളൂ. ഫാത്തിമാവിന്റെ മക്കൾ അങ്ങനെ ഉൾക്കില്ലാത്ത പണിക്ക് പോകുന്നില്ല. അത് വേറെ കഥ. ഫാത്തിമാവിന്റെ മക്കൾ ചെയ്യുകയാണെങ്കിൽ ഒറിജിനലായിട്ട് ഈ ഉടുപ്പില്ലായ്മ കാട്ടില്ല. അപ്പൊ എവിടെയെങ്കിലും ചില എണ്ണത്തിനെ പിടിച്ചുകൊണ്ടുവന്ന് ഞാൻ പുതിയ വിവാദം ഉണ്ടാക്കിയല്ല, പിടിച്ചുകൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് പള്ളിയിൽ മോചേരുണ്ടാവും, പാവം നാട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടാവും. ഇവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും മരിച്ചാൽ കൂട്ടത്തിൽ മരിക്കേണ്ട, ഓളെ കുടുംബത്തിൽ മറ്റേ ഹോമുണ്ടായാൽ മതി. ഈ പള്ളിയിൽ മൊഴിയൊന്നും അല്ലാത്തൊരു മോചനാണ് കൊണ്ടുവരും.
എന്നിട്ട് ഖതീബ് പറയാണ് ഇയാൾ നമ്മളൊരാളാണ്, ഇയാൾക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും അല്ലാഹു അക്ബർ, എന്താ കഥ? അത് ഇത് കഴിഞ്ഞ ഇമാമൊക്കെ മോചിണ്ടാവും, എന്റെ മുമ്പത്തെ അല്ലാഹു അക്ബറാണ്. അതോടുകൂടി തെക്കുപേർ കെട്ടിനോട്ട് ഉണ്ടായി തള്ളായി ഒരു മനുഷ്യനെ സന്തോഷപൂർവ്വം മറവ് ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കുകയും അത് കഴിഞ്ഞ് മയ്യത്ത് കൊണ്ടുപോയി അവിടെ വെച്ച് മറവ് ചെയ്ത് മണ്ണിട്ട് തീർന്നതിന് മുമ്പ് വേറെ തങ്ങളോട് ചേർത്ത് തുടങ്ങി. അവിടെയും പ്രശ്നം. ഒരു മങ്കൂസിനോട് പോകുകയാണെങ്കിൽ അവിടെയും വരും ഈ സാധനം. ഒരു തെഹിലീര് ചെല്ലുകയാണെങ്കിൽ അവിടെയും വരും ദ്വാരക്കം വേറൊരു ഇറക്കുമതി. പള്ളിക്കര ഖത്തീബും ബന്ധപ്പെട്ട ആൾക്കാർ നിക്കാഹ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സാധനം വന്നിട്ട് വേറെ നിക്കാഹ്. ഇവിടെ എന്ത് കാര്യം? കല്യാണങ്ങൾ കൊളാക്കും, മരിച്ചാരങ്ങൾ നാശാക്കും, മയ്യത്തുകാരങ്ങളെ എളുപ്പാക്കും, മയ്യത്തും കട്ടിലിങ്ങളെ കുറിച്ച് കളിക്കും. സത്യത്തിൽ നിങ്ങൾ എന്താ ഇങ്ങനെ അപരിഷ്കൃത നാണമെന്ന് കാണുന്നുണ്ടേ? ഒരു സ്ഥിരകാലബോധം എന്തെങ്കിലും ഇന്നത്തെ ഈ സമൂഹത്തിൽ കാണുന്ന തോന്നും. എനിക്കൊരു അഭിപ്രായമുണ്ട്, എന്തോ ഒരു കാര്യമായ സംഭവം നടക്കുന്നുണ്ട്. കാരണം 4ാം ക്ലാസ്സുകാരുടെ വിദ്യാഭ്യാസ കൂടി ആ ക്വാളിറ്റിയും കൂടി SSF കാട്ടണില്ല. ഇതൊരു അസംസ്കൃത തൊഴിലാളി യൂണിയനാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. ദുനിയാവിലൂടെ കിട്ടും മയ്യത്ത് ഉണ്ടാക്കാനാണ് മരിച്ചതല്ലേ പോട്ടെ എങ്ങനെ പറയാൻ. ഞങ്ങളിങ്ങനെ മാന്യന്മാരായതുകൊണ്ട് നിക്കാഹിനൊക്കെ വരുമ്പോൾ ചെയ്തോളി, ആ തൊണ്ട പറഞ്ഞ് സങ്കടപ്പെടണ്ട അല്ലേ? ഇതാർക്കാണെങ്കിൽ വേറെ ശരി, ഓക്കെ, മനസ്സിലാവുണ്ടോ? അപ്പൊ ചില സ്ഥലത്ത് കമ്മിറ്റിക്കാർ കൂടൂല. ഒരിക്കൽ ഞാനൊരു പരിപാടി പങ്കെടുത്തു. നിക്കാഹുകൾ ചെല്ലിയിട്ട് ഞാൻ നിക്കാഹിൽ പങ്കെടുക്കാൻ പോയതാണ്. അഖിലേന്ത്യാ സെക്രട്ടറി നിക്കാഹ് വന്നത്. നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് ആയിരുന്നപ്പോ എനിക്ക് തോന്നി ആരും ചൊല്ലി കൊടുക്കാൻ പറയില്ല, അയാൾ വെറും ചെയ്ത് കൊടുക്കുന്നു, കുത്തു തോന്നിക്കോളെങ്കിൽ അള്ളാഹ് പറയാം. അപ്പൊ സെക്രട്ടറി അറിഞ്ഞേ ആ നിക്കാഹ് അവിടുത്തെ ബുക്ക് എഴുതിയാൽ മതി, ഈ നിക്കാഹ് എഴുതണമെങ്കിൽ ഇയാൾ ചെയ്യണമെന്ന് പറഞ്ഞു. സെക്രട്ടറി നാടൻ മനസ്സിലായി. അയാൾക്ക് ഒഴില്ല, അയാൾക്ക് നിക്കാഹ് ചെയ്ത് പിന്നെ ചെയ്യാൻ പറ്റുന്ന വസ്തുത അയാൾക്കറിയില്ലോ. കുട്ടിന്റെ ആ പറഞ്ഞു അയാൾ ചെയ്താണ് മോള് കിടന്നോ ടാങ്ക് വേണമെന്ന് പറഞ്ഞു. ഇങ്ങനെ നാണക്കേടിന്റെ 5 കളി. ചില ആളുകൾ തങ്ങന്മാരെ രാവിലെ ഫോണൊക്കെ ഫുൾ ചാർജ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. മണ്ണക്കടയിൽ മരിച്ചുക്കണം, ആരും മരിച്ചാണ് പോരാൻ വേറെ പണിയുന്നുണ്ടല്ലോ. അതിന് ജില്ലാകാലം മുതൽ അഖിലേന്ത്യാകാലം വരെ ഏതെങ്കിലും വ്യവസ്ഥാപിതമായ ബാങ്കിൽ ആകെ ചിത്രം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നത്. എന്തതിങ്ങനെ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അടിസ്ഥാനപരമായും ഇത്തരം അബദ്ധങ്ങളുടെ ആകത്തുക എഴുന്നള്ളിച്ചത് ഇതിന്റെ പിന്നിൽ എന്തോ ഹിഡൻ അജണ്ടകളുണ്ട്. നിങ്ങൾ എന്താ അത് ചിന്തിക്കാത്തത്? മതപരമായി യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത സമൂഹത്തിനിടയിൽ ഓരോ ദിവസവും പുതിയ പുതിയ പിളർപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഇതിന്റെ ഇടയിൽ എന്തോ നമ്മൾ കുത്തിമരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരോ ഇവർ സ്പോൺസർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താ അങ്ങനെ ചിന്തിക്കാത്തത്? നിങ്ങളുടെ മനസ്സിലൊരു യുവക്കല്ലേ? നിങ്ങൾ വളരെ വായിക്കാൻ അറിയുന്നവരും ചിന്തിക്കാൻ അറിയുന്നവരുമല്ലേ? ഈ ആ പഴയ കാലത്തെ മുദ്രാവാക്യങ്ങൾ ഒന്നിച്ച് പറയാൻ സമയമല്ല. ഇവിടെ അഷ്റഫിയുണ്ട്. എന്താ മുദ്രാവാക്യം? 1, ലീഗിലെ മുജാഹിദ് ഹൈജാക്ക് ചെയ്തു. അതിന് സമസ്തം എന്തിനാ പ്രവർത്തനം? മനസ്സിലാണല്ലോ നിങ്ങൾക്ക് പറയുന്നത്? അത് സമസ്ത ലീഗിനെ സഹായിക്കായതുകൊണ്ട് ലീഗിനെ ഹൈജാക്ക് ചെയ്തു. സമസ്ത മുഴുവൻ വഹാബികളാണ്, ബാക്കിയൊക്കെ ലീഗ് നേതാക്കന്മാരെ കീഴിലാണ്. ഇങ്ങനെ ലീഗ് വിരോധം പറഞ്ഞു. ഞാൻ പറഞ്ഞ നടക്കുന്ന കാര്യം. രാഷ്ട്രീയ രംഗത്ത് എപ്പോഴും വിരോധം ഉണ്ടാവും, ഉണ്ടാവില്ലേ? രാഷ്ട്രീയം പറഞ്ഞാൽ തന്നെയാണ് കടിപിടിക്കുന്ന സ്ഥലം. ഏത് രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ഈ നാട്ടിലെല്ലാവരും ലീഗരാണെങ്കിൽ ലീഗരുടെ 2 ഗ്രൂപ്പ് ഉണ്ടാവും അല്ലേ? എല്ലാവരും കോൺഗ്രസ്സുകാരാണ്, കോൺഗ്രസ്സുകാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ഇത് കേരള കോൺഗ്രസ്സുകാർ എങ്ങനെയല്ല, ഒരു കുല്ലുഹും മജ്മാവും, എല്ലാവരും ക്ലർപ്പാണ്, എല്ലാവരും ഓരോ പുതിയ അക്ഷരങ്ങൾ ഇങ്ങനെ കിട്ടിയാണ്. ഇപ്പൊ നമ്മളെ പഴയ കാലത്ത് KL11 ഉണ്ടായിരുന്നു മലപ്പുറത്തിന്, കോഴിക്കോടിന്. പിന്നെ KL11, A1, B1, C1 അല്ലേ? പിന്നെ AB വന്നു, AD വന്നു, AP വന്നൊക്കെ ഒന്ന് കൊടുക്കുക. അതേപോലെ കേരള കോൺഗ്രസ് പുറന്ന് 20 അക്ഷരങ്ങളൊക്കെ കഴിഞ്ഞു. ABCD കഴിഞ്ഞിട്ട് A1, A2, A3 ഇങ്ങനെ വന്നു. ഈ പാർട്ടികളൊക്കെ ആയാലും ഇതിലൊക്കെ ശരിക്കും എന്തിന്റെ ഗ്രൂപ്പ്സ് ഉണ്ടാവും. സ്വാഭാവികമല്ലേ? ഇവരൊരു ഗ്രൂപ്പിലൊപ്പം കൂടി പ്രശ്നമാക്കി
എന്നിട്ട് അവിടെ ഒരു സംവിധാനം ഉണ്ടായി. കോട്ടെ ലീഗ് വളരെ പയച്ചു പോയി, ലീഗിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പ്രസിഡന്റ് അന്ന് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ പഴയ CPM-ന്റെ കൊടി കെട്ടിയിട്ട് അതിന്റെ താഴെ SSF-ന്റെ കൊടി കെട്ടിയ പല ആൾക്കാരും ഇവിടെ ഉണ്ടാവും. ഓർക്കറിയാം അന്നത്തെ ലീഗ് വിരോധം. ഇപ്പൊ ഞങ്ങൾ ലീഗിനെതിരാണ്. ആര്? സമസ്തക്കാര്. സമസ്ത ലീഗിന്റെ പുറത്തും AP ലീഗിന്റെ ഉള്ളിലുമാണ്. ലീഗ് ഹൗസിലാണ് ഇപ്പൊ നമ്മുടെ എത്തിക്കാഫ് നമുക്കൊരു പറയുന്നത്. എന്നാ പ്രശ്നം കഴിഞ്ഞല്ലേ? ലീഗും വിരോധമാണ് പ്രശ്നമെങ്കിൽ കഴിയണ്ടല്ലേ? അല്ലെ? നമ്മൾ ലീഗുകാരാണ്, നിങ്ങളും ലീഗുകാരാണ്, വിഷയം കഴിഞ്ഞില്ലേ? കഴിയണ്ടല്ലേ? എന്താണ് സംഭവം? ഒന്നുമല്ല. അവിടെ ഇപ്പം മന്ത്രിസഭയിൽ ആരാണല്ലോ അവന് സ്വന്തം ആളേക്കും. ഇപ്പൊ പിണറായിനിപ്പോ കണ്ടൂടെ? അപ്പൊ മറ്റേ ആൾക്കാരുണ്ട് കോടിയേരിക്ക് കോഴിക്ക് പീങ്ങിയ കൊടുക്കുന്നത്. അത് മുഖ്യമന്ത്രി ഒന്നും തോന്നലില്ല. ഇങ്ങനെ ഒരു കഥ. ഇതിനൊക്കെ ചില പേരുണ്ട്, അതിന്റെ ഭാഗം അതുകൊണ്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി ഇതിന്റെ പേരിലായി. അപ്പൊ ലീഗും തമ്മിലുള്ള പ്രശ്നം തീരാൻ പോകാൻ തോന്നിയപ്പോഴാണ് ഇവിടെ മറ്റേ സാധനം കൊണ്ടുവന്നത്. ഏത്? മുടി. ഒരു മുടി തോന്നി, ഒരു മുത്തുനബിന്റെ മുടിയാണ്. സുബ്ഹാനല്ലാഹ്. സംഭവം ഇപ്പോ ആദ്യം നമ്മളും ഉണ്ടായിരുന്ന ആയിക്കൂടായില്ലല്ലോ. പക്ഷെ സംശയം മനസ്സിലായി. എന്താ? കള്ളനോട്ട് കേസിലെ പ്രതി ഒറിജിനൽ നോട്ടുണ്ടോ എന്നാണ് സംശയം വരൂലേ? മുമ്പ് ഇയാൾ ഒരുപാട് കള്ളനോട്ടീസിലെ പ്രതി, പിന്നെ ഞാൻ അങ്ങാടിയിൽ നിന്ന് 100 പേര് പ്രതി കടലാക്കിയ കുട്ടികൾ നിങ്ങൾ നോക്കൂലേ? കാർത്തേറ്റിന്റെ വെളിച്ചത്തിൽ നോക്കൂലേ? അത് ഞങ്ങളെ കുറ്റം എന്തല്ലോണോ? കച്ചവടക്കാരുടെ കുറ്റ അല്ല, ആ കള്ളനോട്ടത്തോട് ആദ്യം ചെയ്ത കുറ്റ. കുട്ടികൾ നിങ്ങൾ അത്രയ്ക്കൊക്കെ ഇങ്ങനെ നോക്കിട്ടോ നീളം കൂടുണ്ട്, കുറച്ച് ലെവലുണ്ട്. മെല്ലെ ചോദിച്ചു നമ്മള്, ഇതെങ്ങനെ നീളം കൂടി? അല്ലോ, അന്ന് ഇവിടൊക്കെ ടാങ്കർ ലോറിയല്ല വന്നീണ്ട്. എന്തിന്? മുസ്ലിം ഇന്ന് മുതുമുക്കിയ വെള്ളം കൊടുക്കാൻ ടാങ്കർ ലോറി സപ്ലൈ ചെയ്യുന്നുണ്ട്. പൈസ വാങ്ങിയെന്നും വാങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുന്നു. കോട്ടെ കൊടുക്കാൻ പോയി. പക്ഷെ ചില ആളുകൾക്ക് ആ വെള്ളം കുടിച്ച് അന്നുടങ്ങ വേറെ അന്നേരം മാറിയിട്ടില്ല. ഡോക്ടർമാർ കുറവ് മാറ്റണം എന്നാ പറയുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ കൃത്രിമമായി മുസ്ലിമിന്റെ മണം ഉണ്ടാക്കാൻ വേണ്ടി പച്ചക്കസ്തൂരി ഇട്ടിട്ടുണ്ട്. പച്ചക്കസ്തൂരി നാടൻ വൈദ്യ എനിക്കറിയാം, മാംസത്തിലിട്ട് ഇങ്ങനെ വരച്ച് അവിടെ പോയി. കസ്തൂരിന്റെ സംസ്കരണം അറിഞ്ഞിട്ടുണ്ടാവില്ല. കസ്തൂരിന്റെ വാസന, അമ്പറിന്റെ വാസനക്കൊക്കെ അത്ര ചേർത്ത് കുളിക്കുക. ഏതായാലും ആ കച്ചവടം നടന്നില്ല. സമസ്തവിടെ ഉള്ളതുകൊണ്ട് മറക്കരുത് നമ്മുടെ ഹദീസ്. ഏതാ ഹദീസ്? മൻസുർ അഖാക വാലിമൻ മദ്ലൂമ. നമ്മൾ രംഗത്തിറങ്ങി ആ വാലിമിനെ അക്രമത്തിൽ നിന്ന് പ്രതിരോധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ നമ്മൾ SKSF നാടായ നാട് മുഴുവൻ നടന്നിട്ട് ഈ കുറ്റം കൂടുതൽ SSF ചെയ്യാതിരിക്കാനുള്ള വഴിയെടുത്തു. നിങ്ങൾ ഞങ്ങൾക്ക് ഒരു ചായ മേടിച്ചു തരണം. നിങ്ങൾ ഓരോ പള്ളിയിലേക്കും മുടിയേക്കും. കാരണം ബോംബെ ഇഷ്ടം പോലെ കിട്ടാനുള്ളതല്ലേ. മൂപ്പര് സാമ്പിൾ പഠിച്ചിട്ട് നടത്തിയതാ തൃശ്ശൂർ പൂരം പോലെ. ആര്? നമ്മളെ ജാലിയവാല. പിന്നെ മൂപ്പര് പാർട്ടിച്ചേക്ക്. അതിന് കേരളത്തിന് ആര് വന്നാലും കേരളത്തിന് ഷേഖ് സാഹിബ് കൊണ്ടുപോയിട്ടുണ്ട്. എന്ത്? മുടി ഒരു 7 കോടി റുപ്യന്റെ പള്ളി ഉണ്ടാക്കേണ്ട ഭയങ്കര പിരിവെടുക്കാണ്. ഇത് മനസ്സിലുണ്ടോ? എന്തിനാ? പറ്റെങ്കിൽ നിങ്ങളൊന്ന് കൊണ്ടുപോയി ചെറുതായിട്ട് പിരിവെടുത്തിക്കൊള്ളില്ല. അങ്ങനെ പിന്നെ നോക്കുമ്പോണ്ട് ഫാത്തിമ ബീവിന്റെ ഉറി, ആയിഷ ബീവിന്റെ സ്റ്റീൽ കട്ടിൽ, ഇയാളെടുത്ത് എന്തൊക്കെ സുലൈമാൻ നബിന്റെ വടി, മൂസാ നബിന്റെ ആടിന്റെ തോല്, ഇതൊക്കെ മുമ്പേ നമ്മൾ പറഞ്ഞു അയാൾ ആളൊരു കുഞ്ഞാക്കുവാണ്. ഇങ്ങനെ കുഞ്ഞാക്കുവായതോ? സുബ്ഹാനല്ലാഹ്. അപ്പോഴേക്കും വന്നില് നമ്മളൊരു ഏലമുള റഷീദിനൊക്കെ ഇപ്പൊ ഫോൺ ചെയ്ത് വിളിക്കുന്നുണ്ട്. വിവരമില്ല. മൂപ്പരിങ്ങനെ വന്നാൽ മുമ്പൂല, മുണ്ടാൻ പേടിയാണ്. ഇവിടെ ഇങ്ങനെ വന്ന് അപ്പൊ മൂപ്പർക്ക് ദ്വാരക്കാനേ അറിയുള്ളൂ. അല്ലാഹുമ്മ നജ്ജിനാ ബിഹൗലിക വബി ഖുവതിക പറഞ്ഞു പെട്ടതാണ് കഴിച്ചിലാക്കണേ. SKSF മറന്നിട്ടിട്ട് അമീന പറയുന്നത്. ഈ ഇങ്ങനെ നാടായ നാട് മുഴുവൻ നടന്നിട്ട് കുടിവെള്ള കച്ചവടം. നമ്മൾ പറഞ്ഞു ഇതിന്റെ പിന്നിൽ എന്തോ ഒരു റിയൽ എസ്റ്റേറ്റ് ട്രെൻഡ്. നമ്മൾ പറഞ്ഞു പ്രസംഗിച്ചു. ഉടനട വരുന്നു. കിനാലൂർ എസ്റ്റേറ്റിൽ ഒരു 400 ഏക്കർ വാങ്ങി. വിചാരിച്ചത്ര വെള്ളക്കച്ചവടം നടന്നില്ല. കച്ചവടം ഇല്ല. 30 കോടി പോയി. 30 കോടി പോകുന്നത് ഗോഷറിന് നിങ്ങളെ ഗുണ്ടായിസൊക്കെ പെടാം. ഞാൻ കൊൽക്കത്തക്കാരനാണ്, പോയി നോക്കുക. അങ്ങനെ ശേഖോൻ ആ മുടി 30 കോടി പോയല്ലോ. ഈ ഭൂമി വന്നാലും കഴിയില്ല, വെള്ളം വെച്ചിട്ട് കിട്ടുന്നില്ല. എന്താപ്പൊരു മാർഗം ഇങ്ങനെ ആലോചിച്ചിട്ട് കേരള യാത്ര ഉണ്ടായി. മൂപ്പര് ചോദിച്ചാൽ കിട്ടുക എന്നുള്ളതുകൊണ്ട് മൂപ്പര് മറ്റേ ആളെ കൊണ്ട് പറയിച്ചു. സലാത്ത് തങ്ങളെ കൊണ്ട്
തറവാടുള്ളവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തിന് ഈ തൂറുവനെ പേറുണ്ട് ആ പേറുവനും നാടുന്നു. ആ തങ്ങൾ കുഞ്ഞുമോതങ്ങളെ മോൻ അയാൾക്ക് അയാളുടെ അഡ്രസ് ഉണ്ട്, അത് കളഞ്ഞു കുളിക്കണേ. എപ്പോഴെങ്കിലും ശരിയായ ബോധം ഉള്ള അയാൾക്ക് കൊടുക്കുമാറാവും. പോട്ടെ. അങ്ങനെ തങ്ങൾ അറിഞ്ഞ് എല്ലാ യൂണിറ്റിനും 5000 മുതൽ 1.5 ലക്ഷം വരെ കൊടുക്കണം എന്ന് പറഞ്ഞു. മൂപ്പരൊരു GMC ഒക്കെ വാടകയ്ക്ക് എടുത്ത് മൂപ്പര് പോയി. ഇവിടുന്ന് മംഗലാപുരത്ത് തിരുവനന്തപുരം വരെ കണക്കൂട്ടി വെക്കുമ്പോ വണ്ടിക്കൂലി കടാണ് ഒപ്പിട്ടില്ല. ജനങ്ങൾക്ക് വിശ്വാസം പോയി. പടച്ച തമ്പുരാൻ ഇനി എന്താ ചെയ്യാ? പ്രഖ്യാപിച്ചു നോവൽ സിറ്റി പള്ളി പോയി. എന്നിട്ട് ഇനി എന്തെങ്കിലും രീതിയിൽ ഇങ്ങനെ ഉണ്ടല്ലോ, തറക്കല്ലിടുമ്പോൾ സംഭാവന കിട്ടുന്നവർക്ക് കോഴിക്കോട് സ്വപ്ന നഗരിയിൽ വെച്ചിട്ട് ഒരു തറക്കല്ലിടൽ കർമ്മം നടത്തി. 40 മൊയ്ലിയന്മാർ വന്ന് 40 കട്ടങ്ങനെ വെച്ച് ഒരു പോലെ ചോദിച്ചൊന്നും ചെയ്തു. അപ്പൊ നമ്മൾ അഷ്റഫൊക്കെ ചോദിച്ചു, എന്താ ഇപ്പോ ഈ തറട്ടോരുന്നത് മാന്തണത്, ആരെങ്കിലും മാന്യ തറക്കല്ലേ? ഞാൻ തറട്ട് ഇത് വരാൻ പോകുന്നു. CM ഇബ്രാഹിം 5 കോടി, നമ്മുടെ പേരോടെ പ്രധാന സക്കാഫി 25 ലക്ഷം ഇങ്ങനെ പ്രഖ്യാപിച്ചു. ഇവിടെ പ്രസംഗിച്ച ആൾക്കാർ 5 ലക്ഷം കൊടുത്തിട്ടുണ്ട്, 5000 കൊടുത്തവരുണ്ട്. മുത്തുനബിന്റെ പള്ളിയല്ലേ പ്രഖ്യാപിച്ചു. ക്ലിക്കായില്ല, സംഭവം ഓടി. പടച്ചോനെ തറട്ടിട്ട് പൈസ ഇട്ടുള്ളൂ, ഇഞ്ഞെന്താ ചെയ്യാ? അതത്ര ശരിയായില്ല. അപ്പൊ മൂപ്പർ പോയിട്ട് പിന്നെ അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമായ അടിവാരം, അതായത് നമ്മുടെ വയനാടൻ ചുരല്ലേ, വയനാടൻ ചുരത്തിന്റെ താഴത്തുള്ള ഒരു പറമ്പ്, പൂള നടല്ല ഒന്നിനും പറ്റാത്തൊരു സ്ഥലം. അത് ഈ ക്രിസ്ത്യാനികൾ പഴയ കാലത്ത് കെട്ടിപ്പിടിച്ച കുഴപ്പക്കാരുടെ സ്വകാര്യ തോട്ടാണ്. അതിന്റെ നോട്ടിഫിക്കേഷനിൽ സ്വകാര്യ വനഭൂമി, റിസർവ് വനഭൂമി രണ്ടാണ്, അൺസർവേ റിസർവേ. ഇത് അൺസർവേയിൽപ്പെട്ട സ്വകാര്യ വനഭൂമി എന്ന് പറയുകയും കോടഞ്ചേരി പഞ്ചായത്തിലെ 1/15 ആരും ഒരിക്കലും നികുതി സ്വീകരിക്കാത്ത സ്ഥലമാണ്. ഈ അക്ഷയമാർക്ക് രേഖയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഒരു പൂളത്താനല്ലേ ഏറിപ്പോയ ഫോറസ്റ്റുകൾ അത് പറിച്ചിരുന്ന മൂത്രം ചിന്തിച്ച് പോയാൽ ഒരു പൂളക്കൊമ്പ്, കിട്ടിയാലൊരു പൂള, ആ നിലക്ക് നട്ടു പോകുന്നതാണ്. മനസ്സിലായിട്ട് നിങ്ങൾക്ക് ഇയാൾ പലരുടെയും പേര് 120 ഏക്കറൊക്കെ വാങ്ങിയിട്ട് JCB ഇട്ടപ്പോൾ ആരോ പോയി ഹരിത ട്രൈബ്യൂണലിൽ. അതിന് കുറ്റപ്പം നമ്മൾക്കാണ്. ആയിക്കോട്ടെ, സംഭവം ചെയ്തു. കോടതി നമ്മൾ നോക്കുന്നു, പഠിച്ചോടെ എന്താ പൊതു കോടതി സേതം. അപ്പൊ അതിങ്ങനെ കുടുങ്ങി കിടക്കാം. അതിന് മുമ്പൊരു ഗെയിം ഉണ്ടാക്കി. ഇങ്ങനെ തറക്കല്ലിട്ടിട്ട് കായ് കിട്ടാത്തവര് പിന്നെ കുറ്റിയടിച്ചാൽ പോയി. അത് വിട്ട് നിങ്ങളോടെങ്കിലും തറക്കല്ലിട്ടിട്ട് കുറ്റിയടിച്ചാൽ നാളെ കെട്ടാലും കായ് കിട്ടിട്ട് ആൾക്കാർ കുറ്റി മേടിയാണ് പോയില്ല, 10 കായ് അതിനും കൊടുത്തില്ല. പിന്നെയാണ് നോവൽ സിറ്റി എന്ന പേരിൽ സംവിധാനം ഉണ്ടാക്കി, ലാൻഡ്മാർക്ക് ബിൽഡേഴ്സ് എന്നൊരു ടീമിനെ അതിന്റെ പ്രൊമോട്ടേഴ്സ് ആക്കി, കാന്തപുരത്തേക്ക് മുസ്ലിയാർ അതിന്റെ ഇൻവെസ്റ്റർ ആക്കി ഒരു കമ്പനി ഫോം ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തു. കാന്തപുരത്തേക്ക് മുസ്ലിയാർ എന്നൊക്കെ പറഞ്ഞു മൂപ്പർ അതിന്റെ പാറ്റന്റ് എടുത്തു. അതുകൊണ്ട് വായിക്കാണ്ടാവും ഞാൻ മനസ്സിലാക്കണേ. പുസ്തകത്തെ പാറ്റന്റ് എടുക്കണമെങ്കിൽ ഇല്ലേ, നൃത്തശാല, പിന്നെ ഗോൾഫ് ക്ലബ്ബ്, പിന്നെ നീന്തൽ കുളം, ഹെൽത്ത് ക്ലബ്ബ്, ബിവറേജസ്, ഹോട്ട് ആൻഡ് കോൾഡ്. ഹോട്ട് എന്നതാ കുടിച്ചങ്ങനെ കാപ്പി പേരുണ്ട്, മറ്റേ സാധാ വെള്ളം. ഇതിനൊക്കെ സിനിമാ ഹാള്, സിനിമാ നിർമ്മാണശാല. ഇത് ഏത് കാലാണ്? നിങ്ങളെ കയറിക്കോളി, ഇഷ്ടംപോലെ ഉണ്ട് നെറ്റില്. അവിടെ ചെന്നിട്ട് ഞങ്ങൾ ആകെ SKSF ഡൗൺലോഡ് ചെയ്യേണ്ടത്. വെറുതെ സംശയം വേണ്ട. കമ്പനി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനികളുടെ വിവരം ഇപ്പോൾ പൊതു താല്പര്യപ്രകാരം നിങ്ങളൊരു എഴുത്തോട്ട് 5 കൊടുത്തുകൊണ്ട് RTA പ്രകാരം അയച്ചു തരുന്ന സാധനമാണ്. ആ ഉസ്താദ് ഉണ്ടാക്കിയ സംവിധാനം കണ്ടാൽ എത്തിപ്പോകും. എന്നൊരു മൂപ്പർ പ്രസംഗിക്കാണ്, ഞാൻ 10-20,000 മുസാലിമീങ്ങളെ വളർത്താൻ വേണ്ടി ഒരു സ്ഥാപനം ഉണ്ടാക്കി നോക്കി, പടച്ചുറപ്പി അതും സ്റ്റേ ചെയ്യാണ്. ഇതെന്ത് സമസ്യയാണ്? അവിടെ ഉണ്ടാക്കുന്ന കേട്ട നീന്തൽക്കോളെ പെൺകുട്ടിയൊക്കെ മോലിയിട്ട് പെണ്ണുങ്ങളൊപ്പം നീന്തി പിടിച്ചാലാ. ഗോൾഫ് ക്ലബ്ബ്, സക്കാഫികൾ ഗോൾഫ് എന്ന് പഠിക്കണം. ടേബിൾ ടെന്നീസ് കോർട്ട്, ജെൻസ് ഹെൽത്ത് ക്ലബ്ബ്, ലേഡീസ് ഹെൽത്ത് ക്ലബ്ബ് തുടങ്ങി കാബറെ നൃത്തം നടത്താൻ വരെ 150ഓളം സ്ഥാപനങ്ങളുടെ 5 സ്റ്റാർ ഹോട്ടലുകളടക്കം, കള്ള് ഷാപ്പ് അടക്കം, ബാർ മുതൽ 150 സ്ഥാപനങ്ങളുടെ പാറ്റന്റ് കാന്തപുരക്കും ചേർത്തിട്ടുണ്ട്. വാഴപ്പുഴാത്തൊരു വിഷയം വെച്ചോളി അല്ലേ, ഈ സ്ഥാപനാത്രേ. അപ്പൊ നീ കള്ളച്ചോടക്കാരനെ കൊണ്ടായാലും പൊന്നച്ചോടക്കാരനെ കൊണ്ടായാലും കായ്പണം നടക്കുന്നുണ്ടോ? എന്ത് ദീനവിടെ പോട്ടെ. ഇനി നിങ്ങളിവിടെ നെറ്റ് കയറിയിട്ട് മർക്കസ് നോവൽ സിറ്റി പരിശോധിച്ചോ. അതിൽ ഇസ്ലാമിനും മുസ്ലിമിനും എന്താ കാര്യം?
4 ലക്ഷം സ്ക്വയർ മീറ്റർ ഉണ്ടാവുമല്ലോ പരസ്യം. 4 ലക്ഷം സ്ക്വയർ മീറ്ററിലെ അപ്പാർട്ട്മെന്റ്സ്, 10 ലക്ഷം സ്ക്വയർ മീറ്ററിലെ സൈബർ പാർക്ക്, റിട്ടയർമെന്റ് വില്ലേജ് തുടങ്ങി നിങ്ങൾ അവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനം എന്തൊക്കെയാണ് എന്ന് കാലിക്കറ്റ് ലാൻഡ്മാർക്കിന്റെ സൈറ്റിൽ കയറി പരിശോധിച്ചൊന്നും കിട്ടും. ഇപ്പോഴും ബുക്കിംഗും കച്ചവടം നടത്തുന്നുണ്ട്. ഇതിലെവിടെ ദീനുള്ളത്? ഇതിലെവിടെ ഇസ്ലാമുള്ളത്? ഇതിലെവിടെ സുന്നിയുള്ളത്? ഇതുണ്ടാക്കാനാ സമസ്ത കേരള ജമിയത്തുലമ ഉണ്ടാക്കിയത്? ഇത് സമസ്ത ആവശ്യമുള്ള കുട്ടികളെ, അതിപ്പോ നമ്മുടെ നാട്ടിലുള്ള കച്ചവടക്കാരൊക്കെ ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് കച്ചവടമല്ലേ? ശരിക്കും ചിന്തിക്കണം. നിങ്ങളിവിടെ വഞ്ചിക്കപ്പെടുന്നത് എങ്ങനെയാ മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ ശരിക്കും പറയുന്നു. ഇത്തരം ഒരു സംവിധാനത്തിനെ ദീനിന്റെ പേരിൽ താങ്ങി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് ചരിത്രത്തിൽ കടുത്ത വില നൽകേണ്ടി വരും. ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന കോർണർ വർഗീയത്തെ ഒപ്പം കൂട്ടാനാ, വിഭജിച്ചിട്ട് നിങ്ങളെ അയാളൊപ്പം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അയാൾക്ക് നിങ്ങളോട് സ്നേഹമൊന്നുമില്ല. നിങ്ങളെ വിഭജിച്ച് തമ്മിലടിക്കുന്നവരാക്കി, ബഹളമുണ്ടാക്കുന്നവരാക്കി, നിങ്ങളെ തമ്മിലടിപ്പിച്ചിട്ട് അതുകൊണ്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന തന്ത്രജ്ഞനായ ഒരു കോർപ്പറേറ്റാണ് കാന്തപുരമേക്ക് പോകുന്നത്. ചരിത്രത്തിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. സമ്പത്കാരന്റെ ലക്ഷണം ആ സുഖം ആസ്വദിക്കാൻ ശ്രമിച്ചവരൊക്കെ അതിനൊരു ആത്മീയതയുടെ മേൽ വിലാസം കൊടുത്തിട്ടുണ്ട്. ആൽമരങ്ങൾ ദൈവമായി മാറിയത് മുതൽ, തെച്ചി പാവപ്പെട്ടവൻ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞത് മുതൽ, വാസം അതായത് ആടലോടകം കറുത്ത സ്ത്രീക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നിടം മുതൽ, ഇതൊക്കെ ദൈവികമാക്കിയത് പഴയ കാലം മുതൽ നമ്മൾ കേട്ടുവന്ന പൗരോഹിത്യത്തിന്റെ ഭാഗം. അപ്പൊ നമ്മളിത് വിമർശിച്ചപ്പോൾ എന്താ പറയാറ്? നാളെ ഇവിടെ ഒന്ന് പ്രസംഗിക്കലിലേക്ക് ഇസ്മായിൽ സക്കാഫി ഏപ്പിനെ തെറി പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെറിയ അതിനിപ്പോ ഞാൻ വരണം. നമ്മളെ എസ് ഇപ്പോഴത്തെ കുട്ടികളുണ്ട്, ഓരോ പറഞ്ഞ തെറിങ്ങള് വായിക്കാത്ത നീ കൊണ്ട് വേണ്ടിയത് അർത്ഥം മനസ്സിലാക്കുന്നത്. അജ്ജാജി പറഞ്ഞ കുട്ടികൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു. അപ്പൊ അതല്ല കഥ. ഇത്തരം സംവിധാനത്തെ ഇനി നമ്മൾ പ്രതിരോധിച്ച് ഇനിയും നമ്മുടെ നാട്ടിൽ ചോരച്ചാലുകൾ വീഴാൻ അനുവദിച്ചൂടാ. ഇനിയും നമുക്കിവിടെ നമ്മുടെ പള്ളികൾ വിഭജിക്കപ്പെട്ടൂടാ. ഇനിയും ഒരു മയ്യത്ത് കൊണ്ടുപോകുന്ന മയ്യത്തിൻ കട്ടിൽ പിടിച്ച് വലിയുണ്ടായിക്കൂടാ. മരണപ്പെട്ടു പോയത് മനുഷ്യൻ ആത്മാർത്ഥമായി ദുആ ചെയ്യാനുള്ള അവസരം നമുക്ക് നിഷേധിക്കപ്പെട്ടൂടാ. കുഞ്ഞിളം മനസ്സിലെ നമ്മളെ കുട്ടികൾ ഒരേ വഴിയിലൂടെ നടന്ന് ഒരു മദ്രസയിൽ 2 ഭാഗത്തേക്ക് കയറി പരസ്പരം കലഹിക്കുന്നവരാക്കിക്കൂടാ. ജ്യേഷ്ഠന്റെയും അനുജന്റെയും 2 കുട്ടികൾ 2 മദ്രസയിൽ പഠിക്കുന്നവർക്കിടയിൽ ശത്രുതയുടെ വിട്ടുവാകാൻ ഈ പണ്ഡിത വേഷധാരികളെ ഇനിയും നമുക്ക് അനുവദിച്ചുകൂടാ. നമുക്കൊരു സ്വപ്നമുണ്ട്, മനസ്സ് സൂക്ഷിക്കുന്ന ഒരു സ്വപ്നം. മതപരമായി അഭിപ്രായ വ്യത്യാസമില്ലാത്ത ശാഫിഈ മദ്ഹബുകാരും അശ്അരി തരീഖത്തുകാരും ഒന്നിച്ചു പഠിച്ചവരും, ഒരേ സ്കൂളിൽ പഠിച്ചവരും, ഒരേ മദ്രസയിൽ പഠിച്ചവരും, തോളോട് തോൾ ചേർന്ന് നടന്നവരും, ചിരിയിലും സങ്കടത്തിലും സങ്കോചത്തിലുമൊക്കെ പരസ്പരം പങ്കുചേർന്നവരും, കയ്യിലുള്ള ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും പകുത്തു നൽകിയവർ, ഒരു മിഠായി വാങ്ങി പകുതി കഴിച്ച് ചിരിച്ചവർ, ഇവരെ ആർക്കോ വേണ്ടി തമ്മിലടിക്കാൻ വേണ്ടി അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കൂടാ. അതെന്റെ പ്രിയപ്പെട്ട മുസ്ലിം യുവാക്കൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഏറ്റവും ശക്തമായ ഒരു പ്രതിരോധ നിലപാട് അവരെ ഉണ്ടാക്കണം. ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട അഷ്റഫിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മഴയൊന്നും പ്രശ്നമല്ല, നിങ്ങൾ കേൾക്കണം. വൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമ, വൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമ. നിന്റെ സഹോദരനെ നീ സഹായിക്കണം, ളാലിമായാലും മദ്ലൂമായാലും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബിയുടെ മറുചോദ്യം, ളാലിമിനെ എങ്ങനെ സഹായിക്കാനാണ്? അക്രമിയെ എങ്ങനെ സഹായിക്കാനാണ്? അക്രമിക്കപ്പെട്ടവനെ സഹായിക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ പ്രഭു. അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി, അൻ തഹ്ജുസുഹു ഔ തംനഅഹു, നീ അവനെ പ്രതിരോധം തീർത്ത് മാറ്റി നിർത്തലാണ്, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കലാണ്.
മറക്കരുത്, നിന്റെ സഹോദരനാണ്. മറുപക്ഷത്തിൽ നീ പുറത്തുണ്ടാക്കുന്ന പണ്ഡിതനും നിന്നെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരും നിന്റെ പള്ളിയിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നവരും സമൂഹത്തിൽ അസ്വാരസ്യം ഉണ്ടാക്കുന്നവരും ഈമാനികമായി നമ്മുടെ സഹോദരന്മാരാണ്. അവരെ ഇനി ആ അക്രമം നടത്താൻ അനുവദിക്കരുത്. അതാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. നിർത്താൻ കാലാവസ്ഥ വളരെ അനുകൂലമാണ്, ഒന്നും പ്രതികൂലമല്ല. എല്ലാവർക്കും ഈ കാലത്ത് കഴിഞ്ഞുള്ള ഈ കാലത്തൊക്കെ നമ്മൾ ചൂടുകൊണ്ട് വളരെ വിഷമിക്കുകയാണ്. ഇത്ര കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. നമുക്കൊരു അരമണിക്കൂർ വയത് ഇങ്ങനെ കേട്ടാൽ പോലെ. അള്ളാഹു നമ്മളോട് റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أخرجنا لما خلقتنا ولا تشغلنا بما تكفلتنا. اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يخافك ولا يرحمنا. وكف عنا أيدي الكافرين والمنافقين والمبتدعين والحاسدين والمتكبرين. اللهم نجنا من فتنتهم ومن كيدهم ومن ظلمهم ومن مكرهم ومن ألسنتهم بحولك وبقوتك يا رب السماوات والأرضين إنك على كل شيء قدير برحمتك يا أرحم الراحمين. السلام عليكم.